Hi friends, T-Square പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലെൻസിൻ്റെ റിവ്യൂ ആണ്. ലെൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനോൻ്റെ 55 to 250 mm ടെലിഫോട്ടോ ലെൻസ് അല്ലെങ്കിൽ ഈ ഒരു സൂം ലെൻസിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പിയറൻസിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയും. കൂടാതെ തന്നെ ഇമേജ് ക്വാളിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ലെൻസിൽ വന്നിട്ടുള്ളതിനെ കുറിച്ചും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ലെൻസിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 55 മുതൽ 250 വരെയാണ് ഈ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് വന്നിട്ടുള്ളത്. അത്രയും മില്ലിമീറ്ററാണ് ഫോക്കൽ ലെങ്ത്ത് വന്നിട്ടുള്ളത്. ക്രോപ്പ് സെൻസർ ലെൻസാണ് ഈ ഒരു 55 to 250 mm. നമ്മൾ പറയുന്ന ലെൻസ് ക്രോപ്പ് സെൻസർ ലെൻസാണ്. നമ്മുടെ ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസാണിത്. ഇനി നമ്മൾ അപ്പേച്ചറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4 to 5.6 ആണ് അപ്പേച്ചർ നമ്പർ വന്നിട്ടുള്ളത്. നിക്കോണിൻ്റെ പോലെ എല്ലാ വ്യത്യാസമുണ്ട്. 4 to 5.6 ആണ് ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൻ്റെ 55 to 250 mm വന്നിട്ടുള്ളത്. നമ്മുടെ നിക്കോണിലാണെങ്കിൽ അത് 4.5 to 6.3 ആയിരുന്നു. സോ അവിടെ ഒരു വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി കുറഞ്ഞ നമ്മുടെ എഫ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെൻസാണ് ഈ ഒരു 55 to 250 mm. കാനോണിൻ്റെ 55 to 250 mm ലെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഏറ്റവും മാക്സിമം അപ്പേച്ചർ നോക്കുകയാണെങ്കിൽ F22 വരെ നമുക്ക് അടയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പേച്ചർ നമ്പർ കൂട്ടാവുന്നതാണ്. അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് നമ്മുടെ ഈ ഒരു ലെൻസ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലെൻസാണ് നമ്മുടെ ഈ ഒരു 55 to 250 mm ലെൻസ് എന്ന് പറയുന്നത്. വെറും 390 ഗ്രാം മാത്രമാണ് ഈ ഒരു ലെൻസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ലെൻസിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. മെറ്റൽ ഒന്നുമല്ല, നമ്മുടെ സാധാ പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ ബട്ടൺസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെൻസിൽ 2 ബട്ടൺസ് അവൈലബിൾ ആണ്. ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസും സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണും ഈ ഒരു ലെൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഈ ലെൻസിലുള്ള സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ, സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ നമുക്ക് ഈ ഒരു സ്വിച്ച് നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ്, ഈ ഒരു ലെൻസിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബോഡിയിലുള്ളതിനൊക്കെ കുറച്ചുകൂടി സുഖമായിട്ട് തോന്നിയിട്ടുള്ളതും ഈ ഒരു ലെൻസിലുള്ളത് തന്നെയാണ്. നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ലെൻസിൽ ഡയറക്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ലെൻസിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൗണ്ട് വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് മൗണ്ടാണ്, മെറ്റാലിക് മൗണ്ട് അല്ല വന്നിട്ടുള്ളത്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ലെൻസിൽ വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയാണ് ഈ ഒരു ലെൻസിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ 58 mm ആണ് ഈ ഒരു ലെൻസിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഫിൽറ്ററൊക്കെ ഇടുന്ന സമയത്തുള്ളൊരു ഡയാമീറ്റർ എന്ന് പറയുന്നത്. സോ അത്രയൊക്കെയാണ് ഈ ഒരു ലെൻസിൻ്റെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇത് നമ്മൾ ഈ ഒരു ലെൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞ പ്രശ്നം, അല്ലെങ്കിൽ ഡിസ്ട്രോഷൻ വളരെ കുറവുള്ളൊരു ലെൻസാണ് നമ്മുടെ ഒരു 55 to 250 mm എന്ന് പറയുന്നത്. നമ്മൾ സൂം ലെൻസുകൾ പൊതുവെ ഇടുന്ന സമയത്ത് നമ്മുടെ 1.8 ലെൻസ് ആയാലും 50 mm പ്രൈം ലെൻസ് ആയാലും തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ ബൊക്കെ ഭാഗം കുറച്ചൊരു വളഞ്ഞ രീതിയിലുള്ളൊരു ചെറിയൊരു വളവ് ഫീൽ ചെയ്യാറുണ്ട്, നമുക്ക് പൊതുവേ കാണാറുണ്ട് ചില ഫോട്ടോസൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനാണ് നമ്മൾ ഡിസ്ട്രോഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു ലെൻസിൽ കുറവാണെന്നാണ് പറയാനായിട്ട് സാധിക്കുക. സോ ഡിസ്ട്രോഷൻ അധികം ബാധിക്കാത്തൊരു ലെൻസാണ്, നമ്മുടെ വളരെ കുറഞ്ഞൊരു ലെൻസാണ് നമ്മുടെ 55 to 250 mm ലെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ലെൻസിൽ ഒരു സൂപ്പർ സ്പെക്ട്ര കോട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്ലെയറും റിഫ്ലക്ഷൻസ്, നമ്മുടെ ലൈറ്റ് ഇങ്ങനെ സൂര്യൻ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സൂര്യൻ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ഫ്ലെയർ അടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ തന്നെ ഒരു പരിധി വരെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് സൂപ്പർ സ്പെക്ട്ര അതിൻ്റെ ഒരു കോട്ടിംഗ് എന്ന് പറയുന്നത്. സോ അത് എനേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് വന്നിട്ടുള്ള ലെൻസാണ്. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് ഈ ലെൻസിനെ ബാധിക്കുന്നു പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ 55 to 250 mm നമ്മൾ പറഞ്ഞു സൂം ലെൻസാണ്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച രീതിയിലുള്ളൊരു ബൊക്കെ, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൊക്കെ നമുക്ക് ഈ ഒരു ലെൻസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പറയാവുന്നത് അത്യാവശ്യം നല്ല ഇമേജ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ ഈ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം മികച്ച ഇമേജ് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ക്രോമാറ്റിക് അപ്പറേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, നമ്മൾ നിക്കോണിൻ്റെ 70 to 300 mm ലെൻസിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ക്രോമാറ്റിക് അപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു സംഭവം ഈ ലെൻസിൽ കുറവാണ്. നമ്മൾ പറഞ്ഞ 250 mm വരെയാണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് വന്നിട്ടുള്ളതെങ്കിലും പ്രകടമായ രീതിയിലുള്ള ഒരു ക്രോമാറ്റിക് അപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു F11 മുകളിലേക്കൊക്കെ പോകുമ്പോൾ ചെറിയ രീതിയിൽ വിസിബിളായിട്ട് വരുന്നുണ്ടെന്നാണ് കണ്ടത്. അപ്പോൾ അതാണ് ക്രോമാറ്റിക് അപ്പറേഷനുള്ളൊരു ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഈ ലെൻസിൽ പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 17,000 18,000 അറൗണ്ട് ഒരു 17 മുതൽ 20 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ലെൻസിൻ്റെ വിലയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെൻസ് തന്നെയാണ്. നമ്മുടെ 18 to 55 mm ലെൻസ് യൂസ് ചെയ്തിട്ട് ഒരു സൂം ലെൻസ് വേണം, കുറച്ചും കൂടി വൈഡായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ദൂരേക്കുള്ള ഇത് കിട്ടണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ, അങ്ങനത്തെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരു കാനോൺ ക്യാമറയാണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ അവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച ലെൻസ് തന്നെയാണ് ഈ ഒരു കാനോണിൻ്റെ 55 to 250 mm ലെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ലെൻസിൻ്റെ
മൊത്തത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ സ്പെസിഫിക്കേഷനെക്കുറിച്ചും ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റിയെ ഇത് ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്, ഇനി നമുക്ക് കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും വിലയിരുത്തി നോക്കാം. ഗുണങ്ങളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല മികച്ച രീതിയിലൊരു ഒപ്റ്റിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല മികച്ച ഒരു അത്യാവശ്യം നല്ല ഒരു റിസൾട്ട് തന്നെ തരുന്ന ഒരു ലെൻസ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച റിസൾട്ട് തരുന്ന ഒരു ലെൻസ് തന്നെയാണ് നമ്മുടെ 55-250 mm ലെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലെൻസിൻ്റെ ലൈറ്റ് വെയിറ്റ് എന്നുള്ളൊരു ഫീച്ചർ നമുക്ക് പറയാൻ സാധിക്കും. വളരെ വെയിറ്റ് കുറഞ്ഞത്, നമുക്ക് വളരെ സുഖമായിട്ട് കൈ പിടിച്ചെടുക്കാവുന്ന അത്ര വളരെ വെയിറ്റ് കുറഞ്ഞൊരു ലെൻസാണ്. നമ്മൾ പറഞ്ഞ 390 ഗ്രാം മാത്രമാണ് ഈ ലെൻസിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത്. സോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലെൻസാണ് നമ്മുടെ 55-250 mm ലെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം, സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ IS ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ലെൻസാണ് 55-250 mm ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മുടെ നോർമൽ ക്രോപ്പ് സെൻസർ ക്യാമറകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം അവയ്ക്ക് നമുക്കറിയാം ഇൻ ബോഡി സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് അല്ല. സോ ഈ ലെൻസിലുള്ള സ്റ്റെബിലൈസേഷൻ അനിവാര്യമാണ്. അപ്പോൾ അത് ഉള്ളൊരു ലെൻസ് ആയതുകൊണ്ട് തന്നെ അത് ഒരു മികച്ച ഒരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ലെൻസിൻ്റെ കുറച്ച് ഗുണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ കുറച്ച് പോരായ്മയായിട്ട് പറയാവുന്നത് ലെൻസിൻ്റെ സ്പീഡിനെ കുറിച്ചാണ്. ലെൻസ് അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ്, ഒരുപാട് സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെൻസാണെന്ന് പറയാൻ സാധിക്കില്ല. കുറച്ച് സ്പീഡ് കുറഞ്ഞ ലെൻസാണ്. ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്കത് മനസ്സിലാവും. അത്യാവശ്യം സ്പീഡ് കുറഞ്ഞൊരു ലെൻസാണ് നമ്മുടെ 55-250 mm ലെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഷാർപ്പ്നെസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അതെ, കുറച്ച് പിന്നോട്ടാണ്. അത്യാവശ്യം ഷാർപ്പ്നെസ് കുറവാണ്. കുറച്ചൊരു ഷാർപ്പ്നെസ് കുറവുള്ളൊരു ലെൻസാണ്. നമ്മുടെ നിക്കോണിൻ്റെ ലെൻസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഷാർപ്പ്നെസ് കുറഞ്ഞൊരു ലെൻസ് തന്നെയാണ് 55-250 mm. ഷാർപ്പ്നെസ് ഒട്ടും ഇല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഷാർപ്പ്നെസ് കുറച്ച് കുറവാണെന്നുള്ളൊരു പോരായ്മയായിട്ട് നമുക്ക് ഈ ലെൻസിൻ്റെ പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ തന്നെ വളരെ നോയ്സി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ അത്യാവശ്യം നല്ല നോയ്സി ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടുക. നമുക്ക് അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള അല്ലേ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. സൈലൻറ്റ് മോട്ടറല്ല ഈ ഒരു ലെൻസിൽ വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നോയ്സിയാണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യമാണെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് എസ്പെഷ്യലി നല്ല സൗണ്ട് കുറച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. സൈലൻറ്റ് മോട്ടോർസ് അല്ല ഈ ഒരു ലെൻസിൽ വന്നിട്ടുള്ളത് പറയാൻ സാധിക്കും. സോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ 70-300 mm ലെൻസൊക്കെ തന്നെ സൈലൻറ്റ് മോട്ടറായിരുന്നു അതിൽ വന്നിരുന്നത്. സൈലൻ്റ് ആണ് ലെൻസും. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് എലമെൻറ്റ് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എലമെൻറ്റ് കണ്ടില്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പല ഫിൽറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫിൽറ്ററിൻ്റെ ഒക്കെ തന്നെ ഓറിയൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിൽറ്റർ ഇടുന്ന സമയത്ത് ഈ ഫ്രണ്ട് എലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സാഹചര്യത്തിൽ നമുക്കത് ഫോട്ടോ ക്വാളിറ്റി അല്ലെങ്കിൽ ഫോട്ടോയുടെ റിസൾട്ടിനെ അത് ബാധിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അത് ഈ ഫ്രണ്ട് എലമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ലെൻസിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഡ്രോബാക്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെൻസ് തന്നെയാണ്. മോശമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, നല്ല ലെൻസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഒരു നമ്മുടെ 18-55 mm ലെൻസൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഫർദർ ഒരു ലെൻസിലേക്ക് അപ്ഡേറ്റ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ, കുറച്ചും കൂടി വൈൽഡ് ലൈഫിൽ ഫോട്ടോഗ്രാഫിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ലെൻസ് തന്നെയാണ് 55-250 mm ലെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ലെൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കമൻറ്റ് വഴി അതിലേക്ക് നമ്മൾ പറയുന്നത് പോലൊക്കെ തന്നെ തീർച്ചയായിരുന്നതാണ്. സോ അത്രയാണ് ഈ ലെൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്തത് Canon 55-250 mm ലെൻസിൻ്റെ ഒരു റിവ്യൂ ആണ്. നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷനിലായാലും പിന്നെ ഇമേജ് ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു. ഇതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, വശങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 18-55 ലെൻസിന് ശേഷം നമ്മളൊരു ലെൻസ് വാങ്ങാൻ നോക്കുന്നവരുണ്ടെങ്കിൽ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് കുറച്ചുകൂടി കമ്പുള്ളവരാണെങ്കിൽ അവർക്ക് വാങ്ങാൻ പറ്റിയ Canon യൂസേഴ്സിന് പറ്റിയ ഒരു ലെൻസ് തന്നെയാണ്, മികച്ച ലെൻസ് തന്നെയാണ് 55-250 mm ലെൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, അതിനനുസരിച്ചിട്ടൊക്കെ തന്നെ നോക്കിയിട്ട് ലെൻസ് വാങ്ങാം. അത്രയാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലെൻസ് നമ്മുടെ 70-300 mm ലെൻസ് തമ്മിലൊരു കമ്പാരിസൺ വൈകാതെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.